ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 21 നവവർഷങ്ങളും സപ്തദീപാദികളും പാരായണം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകം 4. വർഷേ പ്രതീജിലിളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈച്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനം ഭജേത്വം. വർഷേ പ്രതീജിലിളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈച്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനം ഭജേത്വം. ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മനോഹരമായ കേതുമാലമെന്ന ഭൂഖണ്ഡമാണ്. അവിടെ ലീലാവിശേഷങ്ങളാലും മനോമോഹനമായ പുഞ്ചിരിയാലും അഴകാർന്ന ആകൃതിയുള്ളവനും ലക്ഷ്മി ഭഗവതിയും പ്രജാപതി സുതന്മാരും നന്നായി സേവിക്കുന്നവനും ഭഗവതിയുടെ ഇഷ്ടത്തിനൊത്ത് ദേവിയുടെ പ്രീതിക്കായി കാമദേവരൂപനായി ചമഞ്ഞവനുമായ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ശ്ലോകം 5. രമ്യേ ഹ്യുദീജീഗലു രമ്യകനാംനി വർഷേ തദ്വർഷനാദമനുവര്യസപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹ്യുദീജീഗലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവര്യസപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള രമണീയമായ രമ്യകം എന്നു പേരായ വർഷത്തിൽ അതിൻ്റെ നാഥനായ വൈവസ്വത മനു പൂജിക്കുന്ന ഭക്തവത്സലനും നിർമത്സരന്മാരുടെ മനസ്സിൽ വിളങ്ങുന്ന മത്സ്യമൂർത്തി രൂപത്തിൽ അവതരിച്ച ഭവാനെ ഞാൻ ഭജിക്കുന്നു. ഇവിടെ മത്സ്യാവതാര കഥയാണ് സൂചിപ്പിക്കുന്നത്. ശ്ലോകം 6. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രീധൃതി കർമ്മട കാമടാംഗം സംസേവതി പിതൃഗണ പ്രവരോ ആര്യമായം തം ത്വാം ഭജാമി ഭഗവാൻ പരജന്മയാത്മൻ. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രീധൃതി കർമ്മട കാമടാംഗം സംസേവതി പിതൃഗണ പ്രവരോ ആര്യമായം തം ത്വാം ഭജാമി ഭഗവാൻ പരജന്മയാത്മൻ.
ഹിരണ്മയ വർഷമെന്ന ഭൂഖണ്ഡം രമ്യക വർഷത്തിന് തൊട്ട് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെ വസിക്കുന്നവനും മന്ദരപർവ്വതം ഉയർത്തുന്നതിൽ സാമർഥ്യം കാട്ടിയവനും ഭക്തവത്സലനും ആമയുടെ ആകൃതിയുള്ളവനും പിതൃക്കളുടെ നാഥനും ആര്യമാവ് സേവിക്കുന്നവനുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഇവിടെ കൂർമാവതാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പാലാഴി മഥനത്തിൽ മഥനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ മന്ദരം താഴേക്കു താണു. മന്ദര പർവ്വതമായിരുന്നല്ലോ മത്തായി ഉപയോഗിച്ചിരുന്നത്. അത് താഴുന്നത് കണ്ട ദേവന്മാർ ആർത്തരായി ഭഗവാനെ സ്തുതിച്ചു. ഉടൻ തന്നെ ഭഗവാൻ കൂർമ്മരൂപത്തിൽ സമുദ്രത്തിലിറങ്ങി തൻ്റെ മുതുകുകൊണ്ട് മന്ദരപർവ്വതം പൊക്കി സ്ഥാനത്താക്കി മഥനം ത്വരിതപ്പെടുത്തി. ആ കൂർമ്മമൂർത്തിയെയാണ് ഹിരണ്മയ വർഷത്തിലിരുന്ന് ആര്യമാവ് ഭജിക്കുന്നത്. നമസ്തേ. ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് നാരായണീയവും ശ്രീമദ് ഭാഗവതവും ദിവസവും 10 മിനിറ്റ് വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ഹരി ഗോവിന്ദനീ. ഓം നമോ ഭഗവതേ വാസുദേവായ.